അതിനൊന്നും കറണ്ട് ഇത് ഗ്യാസ് വേണ്ടല്ലോ. അപ്പൊ പറഞ്ഞു ഒരു പരിധി കൂടുതൽ എങ്ങനെയാ കഴിക്കണേന്ന്. ഒന്നും കാണാനില്ലെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച, ഒരു മണ്ടത്തരാ പറ്റിയതാ. ഗ്യാസിന്റെ ഷോർട്ടേജ് ആയതുകൊണ്ട് അവിടെ 1:30 പൂണ് തീർന്നു. ഹാപ്പി ഷോപ്പിംഗ് ആയി. വേറെ ഒരു സാധനം ഉണ്ട്. പപ്പടം വറക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് സേവിങ് ടിപ്പായില്ലേ? ടിപ്പായി. അപ്പോ വേനൽക്കാലത്തെ ഒരു വാട്ടായി ഈറ്റിന്റെ ഡേയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല കേട്ടോ. പകരം ചെറു ചൂടുവെള്ളമാണ് അപ്പയുടെ സ്വഭാവം. അപ്പൊ ബെഡ് കോഫി ഇല്ല അപ്പയ്ക്ക്, പകരം ചെറു ചൂടുവെള്ളം കുടിക്കണത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാ. വയറിന് നല്ല ഇതാണോ? ഞാനും ഒന്നാ ഞാൻ കുടിച്ചു തുടങ്ങും. അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പ എന്നോട് എപ്പോഴും പറയാറുള്ളതാ കുടിക്കാൻ. ചായയും കാപ്പിയും അവസാനിപ്പിക്കുക. അത് നല്ലതാ. എന്നിട്ട് ലൂക്ക് വാം വാട്ടർ കുടിക്കുക. നല്ലതാ. അപ്പ സ്ഥിരം കുടിക്കും നടക്കാൻ പോണതിന് മുമ്പ്. ഞാൻ അപ്പയോട് പറയാം, ഇന്ന് പുറത്തു പോകുമ്പോ ഒരു വാട്ടർ മെലോൺ മേടിച്ചുകൊണ്ട് വരാം. ഈ ചൂടത്ത് ഒരു ശമനം കിട്ടൂലേ നമുക്ക്. എന്നിട്ട് മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാം. അതിനൊന്നും കറണ്ട് ഇത് ഗ്യാസ് വേണ്ടല്ലോ. അതില്ലാത്ത പല സംഗതികൾ. ഗ്യാസിന്റെ വിലയൊക്കെ കൂടിയത് പ്രമാണിച്ച് അമ്മയും ചില നിയന്ത്രണങ്ങൾ ഗ്യാസിന്റെ ഉപയോഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചെയ്ത ടിപ്പുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതണം. എല്ലാവർക്കും അറിയാം, പക്ഷെ ചിലര് നമ്മൾ സ്കിപ്പായി പോകും അങ്ങനെയുള്ള സംഗതി. അതുകൊണ്ടാ. അപ്പൊ നമുക്ക് കഴിക്കാനെടുക്കട്ടെ. ഞാൻ ചൂടൊക്കെ ആറിയിട്ടോ രാവിലെ പുഴുങ്ങി വെച്ചതാ. ഇനി ചുട്ടെന്ന് പറയാൻ പാടില്ല. പുട്ടും ഇഡലിയും പുഴുങ്ങണമെന്നേ പറയാവുള്ളൂ. ആവിയിൽ വേവിക്കുന്ന കൊച്ചുമോൾ കുരുവിളെ എനിക്ക് പറഞ്ഞു തന്ന ഒരു സബ്സ്ക്രൈബർ. അപ്പൊ തിന്നു. ഇതില് എന്നാ കുറച്ച് കാണണേന്ന് നിങ്ങൾ ഊഹിക്കണ്ട. 5 എണ്ണം ഉണ്ട്, എനിക്ക് 4 എണ്ണം മതി. ഞാൻ അപ്പയോട് പറഞ്ഞതാ എടുത്തോളാൻ. അപ്പൊ പറഞ്ഞു ഒരു പരിധി കൂടുതൽ എങ്ങനെയാ കഴിക്കണേന്ന്. അപ്പക്ക് വരെ മതിയായി. 4 എണ്ണം മതി. ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട്. നിനക്ക് ഇതല്ല, ചുടാൻ മാവ് ഇരിപ്പുണ്ട്. നോക്കിക്കോ. ഇനി ആൾക്കാര് വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. മാവ് ഇരിപ്പുണ്ട്. ഇവക്ക് നെയ്റോസ്റ്റ് ആണ്. സാമ്പാറുണ്ട്. ഞാൻ സാമ്പാറങ്ങ് ഒഴിക്കട്ടെ. എനിക്ക് ഒഴിക്കണമെന്നും അത്ര താല്പര്യമില്ല. പിന്നെ അങ്ങനെ അങ്ങ് ഒഴിച്ച് കഴിക്കാം. അപ്പം നമുക്ക് തിന്നാനും മറ്റേ ഇനി പാത്രം കഴുകാനൊന്നും മടിയാ ഇന്നത്തെ ദിവസം. കുക്കിംഗ് പരിപാടി ഉള്ള ദിവസം. കുക്കിംഗ് പരിപാടിയല്ല, വീഡിയോയുടെ കുക്കിംഗ്. വീഡിയോയുടെ കുക്കിങ്ങോ? വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ഉള്ളപ്പോ ആ കുളുക്ക ഒഴിച്ചു. കഷ്ണം വേണ്ട. എനിക്ക് കഷ്ണം വേണ്ട. കഷ്ണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വെണ്ടയ്ക്ക, ക്യാരറ്റ്, സവോള, തക്കാളി, ഇത്രയും കഷ്ണം. ഓക്കെ. അപ്പൊ വാട്ട് വി ഈറ്റിനെ ഡേ ആക്കാം നമുക്ക്. നിന്റെ കാണിക്കാം. ഞാൻ കഴിക്കുന്നതും കൂടെ കാണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. വൈകുന്നേരം വരെ ഉള്ളത് ഉണ്ടാവുള്ളൂ മിക്കവാറും. ചൂട് എങ്ങനെയുണ്ട്? രാവിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. 10 മണി വൈകുന്നേരം ആകുമ്പോഴേ ഫാനിന്റെ കാറ്റൊക്കെ ഭയങ്കര കുറവാ. സന്ധ്യ ആയി കഴിഞ്ഞാലില്ലേ, ഫുൾ സിങ്ങിലിട്ടാലും ഒരു 3 ലിറ്റർ പ്രതീതിയേ ഉള്ളൂ ഇവിടെ എല്ലായിടത്തേക്ക് ഈ ഉപയോഗം. പക്ഷെ വെളുപ്പാങ്കാലം ആകുമ്പോ കാറ്റുണ്ട്. അത് വെളുപ്പാങ്കാലം ആകുമ്പോ കാറ്റുള്ളത് എന്നാന്ന് വെച്ചാൽ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങും. ജോലിക്ക് ഇതിനൊക്കെ പോണവരപ്പൊ അവരൊക്കെ അത് ഓഫ് ചെയ്ത് ബെഡ്റൂമിൽ നിന്ന് മാറും. അപ്പൊ ലൈനിലേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ടായിരിക്കും. പണ്ട് ആ ബാബു ചേട്ടനോട് ചോദിച്ചപ്പോ ബാബു ഇലക്ട്രീഷ്യൻ വന്നപ്പോ അങ്ങനെയാ പറഞ്ഞേ, ഈ വേനൽക്കാലത്ത് അങ്ങനെയാ ചേട്ടാ, ഫാനിന്റെ കംപ്ലൈന്റ് അല്ലാന്ന്. അപ്പൊ ഇനി കഴിക്കട്ടെ. വർത്താനം പറഞ്ഞാലേ ടൈം പോവും. ഇങ്ങനെ പോയാ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ സഹിക്കുക. ഞാനിപ്പോ ഏതായാലും ഇല്ലേ ഒരു പെഡസ്റ്റിൽ മേടിക്കാൻ പോവാ അടുത്ത ആഴ്ച. നിർത്തിയില്ല അല്ലാണ്ട്. കാരണം ഡ്രോയിങ് റൂമിൽ എനിക്ക് ഇരിക്കുമ്പോ കാറ്റില്ല. അവിടെ അല്ലേലും മുകളില് മാത്രമേ കാറ്റുള്ളൂ. 2 ഫാൻ ഉണ്ടെങ്കിലും ആ സെറ്റിയിൽ, ആ സൈഡിലെ സെറ്റിയിൽ ഇരുന്നാൽ തരി കാറ്റ് കിട്ടൂല. എന്റെ ഫാൻ കുത്തിയിടാനുണ്ട്. കുട്ടിക്കോ കാരണം കരണ്ടെല്ലാം പോയ പ്രശ്നമാവും. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ ഇരിക്കുമ്പോ പണിയാ. ഞാൻ കഴിക്കട്ടെ കേട്ടോ. നല്ല ഇഡലിയാ. അവിടെ പോയി ഇരുന്നല്ലേ അമ്മ കഴിക്കാറ്? അല്ല, നീ ഇവിടെ നിന്നോണ്ടല്ലേ ഞാനിവിടെ നിന്ന. കൊഴപ്പില്ല, അങ്ങോട്ട് പോയിക്കോ. അമ്മയ്ക്ക് പ്രകൃതി കണ്ട് കഴിക്കണം. വരാം. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഇച്ചിരി സാമ്പാറും കൂടെ ഒഴിച്ചേക്കാം. നീ എഴുന്നേറ്റ് വരാൻ പറ്റില്ല. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ. മുഴുവൻ അങ്ങ് ഒഴിച്ചോ. വേണ്ട, അത്രയൊന്നും വേണ്ട. അങ്ങനെ ഒഴിച്ചാൽ പറ്റില്ല. വരേട്ടോ. പ്രകൃതി കണ്ട് കഴിക്കാം. പ്രകൃതി ഒന്നും കാണാനല്ല, വെറുതെ നോക്കിയിരിക്കാനൊന്നും കാണാനില്ല അവിടെ. എല്ലാം പിന്നെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അണ്ണാനുകളൊക്കെ ഉണ്ട്. ഒന്നും കാണാനില്ലെന്ന് പറയാൻ പറ്റില്ല. മരങ്ങളുണ്ട്. മാങ്കോസ്റ്റിൻ, പ്ലാവ്, കൂഴ്ചക്ക, അണ്ണാനുകളുണ്ട്. അണ്ണാനുണ്ട്. കിളികൾ ഇഷ്ടം പോലെ വരും. അണ്ണാനാണ് മുറ്റത്ത് വിലസണത്.
എന്നാളില്ലേ ഇനിയിപ്പം ഞാൻ തന്നെ വഞ്ചിനാടിന് പോകുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ച. ഞാൻ അവിടെ ചെന്നപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പള്ളിയിലെ ക്യാൻറ്റീൻ പൂട്ടിപ്പോയി. ഇവിടുന്ന് തലേ ദിവസം ബൺ മേടിച്ച് വെച്ച ഒരു ബണ്ണും കണ്ടാ ഞാൻ പോയതാ. അമ്മ ബണ്ണിന്റെ ആളാ. ബണ്ണിന്റെ ആളായിട്ടല്ല, ക്യാൻറ്റീന് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും ക്യാൻറ്റീൻ ഇല്ലായിരുന്നു. അപ്പം ഒരു മണ്ടത്തരാ പറ്റിയത്. ബണ്ണിൻ്റെ ഒപ്പം ഏത്തപ്പഴം മേടിച്ചത് പുഴുങ്ങി ഏതായാലും കണ്ടെയ്നറും കൊണ്ട് ബാഗിനകത്ത് ഇട്ടോണ്ടാണ് പോയത്. കൊണ്ടുപോയ സൗകര്യമായിരുന്നു. ഞാൻ എന്നിട്ട് പിന്നെ മാന്നാർക്കവല വരെയും വരാൻ പറ്റൂല, പള്ളിയിൽ കുറച്ച് നേരം ഇരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നില്ലേ, അപ്പം നല്ലതായിരുന്നു. ഒരപ്പവും ഒരു ചായയും കുടിച്ചു. പിന്നെ ബണ്ണും കഴിച്ച് പോകുന്ന 2:30 നമ്മുടെ സ്റ്റോപ്പിൽ വന്നപ്പോൾ മുളന്തുരുത്തിലാണ്. അപ്പം അപ്പനെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ അപ്പ മുളന്തുരുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അരിയെ പോയി ഊണും കഴിഞ്ഞു. ആ ഊണ് അതാ പറയാൻ വന്നേ, ഗ്യാസിൻ്റെ ഷോർട്ടേജ് ആയതുകൊണ്ട് അവിടെ 1:30 ഊണ് തീർന്നു. ഊണില്ലാഞ്ഞു. പിന്നെ ചപ്പാത്തിയും വെജ് കറിയും കഴിച്ച് പോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്നാ ക്യാൻറ്റീൻ ഓപ്പണിംഗ് എന്നൊന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചു. പറഞ്ഞു അറിയില്ല മാഡം, 5-8 മാസമായി ക്യാൻറ്റീൻ വൈൻഡപ്പ് ചെയ്തിട്ട്, കോൺട്രാക്റ്റ് എടുക്കാൻ ആളില്ലെന്ന്. അടുത്തൊരിതുണ്ട്, പക്ഷെ അവിടെ അപ്പം മേടിച്ച് കഴിച്ചാൽ അപ്പം തന്നെയാണ് കഴിച്ചത്, സിംഗിൾ ഒരു അപ്പം മാത്രം. പിന്നെ ഒരു ചായയും കുടിച്ചേച്ച് പോന്നു എന്ന് ഞാൻ പറയും. അപ്പം ഒയ്യോ, കോട്ടയത്ത് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിപ്പോയില്ലേ, സോഡ, ചില്ലുഡ് സോഡ മേടിച്ചു. അതങ്ങ് കുടിച്ചിട്ട് വല്ലാത്ത ആശ്വാസമായിരുന്നു. അപ്പം ഇനി പോകുമ്പോൾ ഞാൻ തീരുമാനിച്ചു, ബണ്ണിൻ്റെ ഒപ്പം ഒരു പഴം. നമ്മൾ 3 പേരും കൂടെ പോകുമ്പോഴല്ലേ കാറും കണ്ട് പോവാറ്. പഴവും കൂടെ കൊണ്ടുപോയി അത് പുഴുങ്ങിയതും കൂടെ ആണെങ്കിൽ നമുക്ക് പള്ളിയിലെ ഇതൊക്കെ കഴിഞ്ഞ് കബറിങ്ങലെ പരിപാടിയും കഴിയുമ്പോൾ അത് അവിടെ ഇരുന്ന് കഴിക്കാൻ സൗകര്യമുണ്ടല്ലോ. പിന്നെ ഞാൻ ചേച്ചി എന്നോട് ഇന്ന് തന്നെ ഐസ് ടീ വേണ്ടാത്തേന്ന്, ഒരു കോഫി ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നെയ്യ് ഒഴിക്കണോണ്ടാണ് നെയ്യ് റോസ്റ്റ് എന്ന് പറയുന്നത്. ഇവള് കുറച്ച് ഒഴിപ്പിക്കുള്ളൂ, അതുകൊണ്ട് മതി കുറച്ച് ഒഴിക്കണം, ഒരുപാട് വേണ്ട. ഒന്നും കൂടെ ചുടണം. ഓഹോ, തീരുമാനിച്ചു. ആ ഭക്ഷണ കാര്യങ്ങളില്ലേ കുറച്ചൊക്കെ അങ്ങനെയാ, സ്വയം അങ്ങ് തീരുമാനിക്കും. മക്കളത് കഴിക്കുക. ഇഷ്ടമുള്ള സാധനമാണല്ലോ, ഇഷ്ടമില്ലാത്തത് ഞാൻ കഴിക്കാൻ പറയണില്ലല്ലോ. ഇച്ചിരിയോടൊന്നും മുരിഞ്ഞോട്ടെ കേട്ടോ. ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ച് ഇവിടുത്തെ ചേട്ടൻ്റെ ചേച്ചി പറഞ്ഞു തന്നാ, മുരിഞ്ഞ നെയ് റോസ്റ്റ്. ബിജുവിന് എപ്പോഴും ഇങ്ങനെ മുരിഞ്ഞ നെയ് റോസ്റ്റ് വേണമായിരുന്നു. അപ്പം ഞാൻ ചോദിക്കും, അപ്പം ചേച്ചി പറയും ഇങ്ങനെ ലൂസായിട്ട് മാവ് ഇങ്ങനെ എടുത്തേച്ച്, ഇഡ്ഡലിയും ലൂസ് വേണമല്ലോ ദോശയ്ക്ക്, അപ്പം എടുത്തേച്ച് ഇങ്ങനെ കോരി അങ്ങ് ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ കയ്യിലിൻ്റെ ഇതുകൊണ്ട് പരത്തി എടുക്കുക. അങ്ങനെ മമ്മി പഠിപ്പിച്ച തന്നെ. എടുക്കട്ടെ, കറക്റ്റാണല്ലോ അതിൻ്റെ കളർ. അങ്ങനെ വേണം. അങ്ങനെ ഞാൻ നെയ് റോസ്റ്റ് ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വാദനം പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് മീൻകറിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇനിയിപ്പോൾ മീൻകറിക്ക് സ്കോപ്പില്ലല്ലോ, അപ്പോൾ അത് കാരണം ഉള്ളത് കൂട്ടി നമ്മൾ കഴിക്കുന്നു. എനിക്ക് പിന്നെ രുചിയുള്ള എല്ലാ ഭക്ഷണവും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇന്നത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് ലേശം പനിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യുന്നത്. നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു രാവിലെ മരുന്നൊക്കെ കഴിക്കണോണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചായയും കാപ്പിയൊന്നും അല്ല കുടിക്കുന്നത്. ഞാൻ നല്ല കുറുകിയ മാംഗോ ലസ്സി ഉണ്ടാക്കി പെട്ടെന്ന് അത് കുടിക്കണം എന്ന് തോന്നി. നല്ല ടേസ്റ്റായിരുന്നു. മാംഗോ ഒക്കെ ഇവിടെ പ്രിസർവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എപ്പോൾ വേണേലും ലസ്സി ഉണ്ടാക്കി കുടിക്കാം. ഞാൻ ലസ്സി കഴിച്ചപ്പോൾ അമ്മ കഴിക്കുന്നത് ഞാലിപ്പൂവൻ പഴം. ലസ്സി വേണമായിരുന്നോ? വേണ്ട, ഞാൻ പറഞ്ഞില്ല, അത് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അപ്പയ്ക്ക് വലിയ ഇഷ്ടമാണ്. നല്ല കുറുകലാണ്, ഇച്ചിരി കൊഴുപ്പ് കൂടുതലാണല്ലേ. പക്ഷെ ലസ്സിക്ക് കൊഴുപ്പ് വേണം. നല്ല രസമായിരുന്നു പക്ഷെ മാംഗോ ലസ്സി. ഞാൻ കുറെ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. വെള്ളം കുടിക്കുന്ന പിന്നെ എപ്പോഴും ഉണ്ടല്ലോ. നല്ല ഞാലിപ്പൂവൻ പഴം. അത് ഞാൻ കൊണ്ടുവന്നല്ലേ. അവിടെ പളയംകൊണ്ടിന് ഇരിപ്പുണ്ട്, അതെനിക്ക് വലിയ താല്പര്യമില്ലാത്തോണ്ടാ. ഇനി ഇതിനു വേണ്ടി മേടിച്ചായിരിക്കും, ഇനി മേടിക്കാറുണ്ടല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവള് സ്മൂത്തിയോ ഒരു വഴിയുള്ളൂ. ഇനിയിപ്പോ ഇല്ലേ, അടുത്ത ആഴ്ച ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഫ്രൂട്ട് കസ്റ്റാർഡ് ഇച്ചിരി മുന്തിരിങ്ങയും ഒരു ആപ്പിളും ഒക്കെ മേടിക്കാം, ഏത്തപ്പഴം ഒക്കെ അരിഞ്ഞിട്ട്. കാര്യമായിട്ടാ ഏത്തപ്പഴം ഇപ്പൊ ഇഷ്ടം പോലെയാ. അപ്പൊ പറഞ്ഞു വഴിയോരത്ത് അല്ലേ, ഞങ്ങൾ ഇന്നലെ പോന്നപ്പോ റോട്ടിൽ നിറയെ ഏത്തപ്പഴം കൂട്ടിയിട്ടിരിക്കുന്നു. അതിങ്ങനെ പൊരി ഉണ്ടാക്കണില്ലല്ലോ ഇപ്പൊ, തട്ടുകട ഇതായി പോയില്ലേ. ഇനിയിപ്പം ഒരാഴ്ചയൊക്കെ കൊണ്ട് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം.
അമ്മ കിരണൊക്കെ മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കിരൺ ഏതോ ഒരു കൊച്ചിന്റെ പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒരുപാട് പേർക്കുണ്ട്. മംഗളത്തെ മോന്റെ പേര് കിരൺ എന്നാണ്. കിരണുണ്ടോ? കിരണുണ്ട്. കിരണുണ്ടോ? ഹാപ്പി ഷോപ്പിംഗ് ആയി. വേറെ ഒരു സാധനം ഉണ്ട്. മിണ്ടണില്ലല്ലോ. ഒന്ന് ഡ്രാഗൺ ഉണ്ടല്ലോ റിലയൻസിലേത്. തണുപ്പുണ്ട്, അതാ ഞാൻ പറഞ്ഞ അവിടുത്തെ. കൊള്ളാം. കിരണുമായിട്ട് പോവാം. വാട്ട് വി ഈറ്റിന്റെ ഇടയിൽ അടുത്ത സാധനം കിരൺ ഇപ്പൊ തുറന്നാ ഇനി ചോറിനുണ്ടേ. ഇപ്പൊ വേണ്ടാന്ന ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് വേണേ വൈകുന്നേരം 3 മണിക്ക് തുറക്കാം. അതെ, അപ്പയ്ക്ക് വേണോന്ന് ചോദിക്കാം. ഇപ്പൊ വേണമെങ്കിൽ അപ്പയ്ക്ക് ചിലപ്പോ വേണ്ടി വരും. ചോദിക്കാം ഏതായാലും. അപ്പൊ നമുക്ക് ദേ കിരൺ കട്ട് ചെയ്യാം. കിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. എഴുതിയിട്ടുണ്ടോ അതിനകത്ത്? ഉണ്ടാവൂലോ. കണ്ണാടി വെക്കാതെ എനിക്ക് കാണാൻ പറ്റില്ല. നോക്കിക്കേ, തിരിഞ്ഞാണോ ഇരിക്കണേ? ഇവിടെ വെച്ചോ, അപ്പൊ നോക്കാം. ഇവിടെ വെച്ച് നോക്കാം, അല്ലാതെ ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇതിലുണ്ട് വെയിറ്റ് 3 കിലോ, 1 കിലോ 25 രൂപ, ടോട്ടൽ വില 75. അപ്പൊ അത്യാവശ്യം വലുതുമല്ല ചെറുതുമല്ല. തീരെ ചെറുത് മേടിച്ച അപ്പൊ പറഞ്ഞ വിളഞ്ഞതായിരിക്കൂല, അപ്പൊ മധുരം ഉണ്ടാവൂലെന്നൊക്കെയാ പറയണത്. ഞാൻ വിചാരിച്ച മറ്റേ ടൈപ്പ് ആയിരിക്കും അപ്പം മേടിക്കണേന്ന്. അല്ല, ഇതാ മേടിക്കുള്ളൂ. ആണോ? ഇതിന് ഉള്ളതിലും മധുരം ഒന്നും പറഞ്ഞ് ഇതേ മേടിക്കുള്ളൂ. ഓ, അത് ശരി. ഞാൻ കട്ട് ചെയ്യട്ടെ. കുറച്ചും കട്ടി, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റാൻ പാടല്ലേ. മറ്റേ ക്ലിംഗ് റാപ്പ് വെച്ച് അടച്ചു വെക്കാം. പിങ്ക് ആയിരിക്കോ മറ്റേതായിരിക്കോ? പിങ്ക ഇവിടെ കിട്ടാറ്, എല്ലാം ഇവിടെ അങ്ങനെ. പിങ്ക. ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആശ്വാസം. വാട്ട് ഈറ്റിന്റെ ഇടയിൽ അടുത്ത സെഗ്മെന്റ്. ഞാനിപ്പൊ തന്നെ ഇച്ചിരി കഴിക്കാം. ഞാൻ എടുക്കാം. കട്ട് ചെയ്യട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനൊരു ഗ്ലാസ് എടുത്തോണ്ട് വരാം. അല്ലെ, ഏതെങ്കിലും വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, ഇഷ്ടമുള്ള ഗ്ലാസ് എടുത്തോണ്ട് വരാം. വേറെ പ്ലേറ്റിൽ വെച്ച് പടം എടുക്കണോ? വേണ്ട, എന്നാ എടുക്കട്ടെ. നല്ല തണുപ്പിച്ചായിരുന്നു ഇച്ചിരി നല്ലതായിരുന്നു. ശരി, അല്ല ഫ്രിഡ്ജിൽ വെക്കാലോ. ഇനി നമുക്ക് കഴിക്കാം. അമ്മ ഇപ്പൊ കഴിക്കണ്ടോ? അതെയോ ഊണ് കഴിഞ്ഞിട്ടാണോ? ഊണ് കഴിഞ്ഞില്ല, ഊണാവാൻ താമസമുണ്ട്. ഇതന്നെ അമ്മ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ തിന്നു തുടങ്ങിയോ? നല്ല മധുരം ആണോ? അതുകൊണ്ട് തിന്നാ വെച്ചാ. കടും മധുര. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ വിളഞ്ഞത് എപ്പോഴും കിട്ടണതിന് മധുരം ഉണ്ടാവണമെന്നില്ല. നല്ല മഴ. ഇതിപ്പോ ജിയോ മാർട്ടിന്നാ മേടിച്ച. ജിയോ മാർട്ട് അല്ല, റിലയൻസിന്ന്, സ്മാർട്ട് ബസാർ. അപ്പൊ പുറത്ത് പോയപ്പോ മേടിച്ചോണ. അതെ, അത്രയും മതിയോ? പാല് തണുപ്പിച്ചതുണ്ടെങ്കിൽ ഇച്ചിരി ഒഴിച്ച് കഴിച്ചാ നല്ല രസമാണ്. സർബത്ത് കലത്തിൽ പാല് ഇരിപ്പുണ്ട്, തണുപ്പല്ല കേട്ടോ. ഇച്ചിരി തണുപ്പിക്കാൻ വെക്കാം. വെച്ചോ, വൈകുന്നേരം കഴിക്കാലോ. വൈകുന്നേരമാണ് ചൂട് കൂടുന്ന സമയം. അയ്യോ, നല്ല സമയം കാണിച്ചു തരാം കേട്ടോ. 1 മണി. അപ്പൊ ഇന്ന് അടുപ്പിലൊക്കെയാണ് നമ്മൾ പാചകം. അതിനെന്നാ, അത് പണ്ടത്തെ അങ്ങനെയല്ലേ. കാരണം അടുപ്പ് മാറ്റിയിട്ട് കുറച്ചല്ലേ ആയോളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് അടുപ്പിൽ പാചകം ചെയ്യാന്ന് പ്രത്യേകമായി തീരുമാനിച്ചു. ഞാനിവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. നല്ല മധുരമുണ്ട്. നല്ലതാ. ഈ ക്ലിംഗ് റാപ്പേ പൊളിച്ചെടുക്കൽ ഇച്ചിരി പാടാ. അതൊന്ന് തുറക്കാവോ? അങ്ങ് വെക്കാൻ ഇതുപോലെ. ഞാൻ അടച്ചാൽ ശരിയാവില്ല. അങ്ങ് മലത്തി വെച്ചാൽ മതി, ഞാൻ അടച്ച് വെച്ചോളാം. വെച്ചോ. ബാലൻസ് ഉള്ളത് ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, മതി. ഇനി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ദേ ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. അപ്പൊ കുഴപ്പമില്ല, ആവശ്യമുള്ളപ്പോ എടുത്താൽ മതിയല്ലോ. അതെ, അപ്പൊ തണുത്തിരിക്കും. ഓക്കെ, വെച്ചോ. നല്ല മധുര. ഇത്തവണ കൊണ്ടുവന്നത് സൂപ്പറാ. ഇത്തവണ 1:45 ആയിട്ടോ. 1:45 ദേ ഞാൻ ചോറുണ്ണാൻ പോവാണ്. ഇന്ന് പിണ്ടിയും പയറും അങ്കമാലി മാങ്ങാക്കറിയും ഉണ്ട്. ലൈറ്റ് കറക്റ്റ് ആവണില്ലല്ലേ. അമ്മ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു.
അങ്ങനെ ഉച്ച വരെയുള്ള ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞു. ചൂടൊക്കെ കാരണം വലിയ കംഫർട്ടൊന്നും ഇല്ല കേട്ടോ. കാര്യം ഇത്രയും മരങ്ങളും ചെടികളും മച്ചും ഒക്കെ ഉള്ളത് കൊണ്ട് ചൂടിനൊരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും അന്തരീക്ഷത്തിന് നല്ല ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് നല്ല ഡിസ്കംഫർട്ട് ഉണ്ട്. ഞാൻ ദേ ഇവിടെ കൊച്ചു ഫാൻ വെച്ചോണ്ടേ ഇരിക്കണേ, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. സാധാരണ ഉച്ചയ്ക്ക് അമ്മ ഒന്നും മയങ്ങാറുണ്ട് കേട്ടോ. പക്ഷെ ഇത്തവണ അമ്മ പറയാണ് എനിക്ക് മയങ്ങാൻ പോലും പറ്ററില്ല. ചൂട് കാരണം 2:45 അമ്മ എണീറ്റ് പോകുന്നത്, അത്ര ചൂടല്ലേ. അപ്പോൾ ഫാന് ഫുള്ള് ആയിട്ടാണ് അമ്മ ഇടുന്നത്. എപ്പോൾ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഫുള്ളിലേ ഇടുകയുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഈ ബെഡിനൊക്കെ ചൂടല്ലേ, അത് കാരണം മൊത്തത്തിൽ സഹിക്കാൻ പറ്റാത്ത ചൂടായി. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നതാണ് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ ഒന്ന് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തണ്ണിമത്തൻ കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ തണ്ണിമത്തിന് നല്ല മധുരമൊക്കെ ആയതുകൊണ്ട് നല്ല എൻജോയിങ് ആണ് അത് കഴിക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തണ്ണിമത്തങ്ങ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കണം. ഇതിപ്പോൾ പുറത്തിരുന്നാണ് കഴിക്കണേ, ഫ്രിഡ്ജിൽ വെച്ചത് നേരിട്ട് കഴിക്കണ്ടെന്ന് ഓർത്ത്, തണുപ്പല്ലേ. 3:20 3:20 കാണുന്ന കാഴ്ച. 3:30 കുടിക്കാറ്. എനിക്ക് ചായ കുടിക്കണമെന്ന് തന്നെയില്ല, ചൂട് കാരണം. ഞാൻ ചായ വേണ്ടാന്ന് വെച്ചു. 3/4 കപ്പ്. ബണ്ണും മറ്റാണല്ലോ കഴിക്കുന്നത്. നീ കുടിക്കണ മറ്റേ ചായ അല്ലേ, ഇറാനി ചായ. ചായ തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാനില്ലേ ചൂട് ആ കിരൺ മേടിച്ചോണ്ട് വന്ന കാരണം തണ്ണിമത്തനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് തിന്നണ്ട. ഇപ്പൊ ഇത് നേരത്തെ കുടിക്കണ എന്തിനാന്ന് വെച്ചാൽ 3/4 കപ്പ് മതിന്ന് വെച്ച് ഞാൻ എടുത്താട്ടോ. അതനുസരിച്ച് ചായ കത്തിയോളൂ. ചൂടാ. ആൻസിന്റെ ബണ്ണ തവണ ബണ്ണിനില്ലേ ഇച്ചിരി മധുരമൊക്കെ കുറവ് പോലെ എനിക്ക് എന്തോ ഒരു തോന്നുന്നു. അമ്മ ബൺ കഴിക്കുമ്പോ എനിക്കും കഴിക്കാൻ തോന്നുന്നു. അവിടെ അരമുറി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ എടുത്തോണ്ട് വരാം. അപ്പൊ നേരത്തെ കഴിക്കുന്നതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇന്നാളെ 2 ചക്ക കൊണ്ടുവന്നു. നോബിയുടെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്, എൻ്റെ വീട്ടിൽ മൂട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്, നമുക്ക് പൊളിക്കണം. ഞാൻ നടുവേ കൊടാലി കൊണ്ട് പിളർന്ന് വെച്ചായിരുന്നു പഴുക്കാൻ വേണ്ടി. ഊട്ടുപ്ലാവിലി കേട്ടോ, ശരിക്കും പഴുത്തു. അപ്പം നമുക്ക് ഒരു പിളർപ്പതിൻ്റെ എടുക്കണം, ഒരിക്കൽ ചക്കപ്പഴം. ഞാനും ബൺ കഴിക്കാൻ പോയി. ഇന്നലെ പകുതി കഴിച്ച് വെച്ചിരുന്ന, അപ്പം അത് പകുതി എടുത്താൽ മതി. ഇനിയിപ്പോൾ ചക്കപ്പഴം ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുള്ള് വേണ്ട. കഴിച്ചോ? നല്ല മധുര. ചായ കൂടി ഇപ്പൊ കഴിഞ്ഞോളൂ, അപ്പോഴേക്കും അടുത്തത് കഴിച്ചു തുടങ്ങി. ചക്കപ്പഴം പിന്നെ കഴിക്കാൻ നമുക്ക് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല. കാണുമ്പോ എപ്പോഴായാലും നമുക്ക് കൊതി വരുന്ന ഒരു പഴമാണിത്. വരിക്കച്ചക്ക എപ്പ കണ്ടാലും നമുക്കിത് കാണുമ്പോ കൊതി വരും. കാരണം പ്രത്യേകിച്ചും ഈ വർഷം ആദ്യത്തെ ആണെങ്കിൽ പറയാൻ വേണ്ട. വല്യപ്പഴം ആദ്യം കിട്ടിയത് ഇതില് വീണോണ്ടിരിക്കുക കേട്ടോ. അക്കരയെന്നാന്ന് തോന്നി സൗണ്ട് മുഴുവൻ. ആഹാ, എന്നാ രുചിയുള്ള ചക്കപ്പഴമാണെന്ന് അറിയുമായിരുന്നോ? അയ്യോ, എന്തൊരു മധുരമായിരുന്നു വെച്ചാൽ പറയാനില്ല. അത് മാത്രമല്ല ചുളയ്ക്കൊക്കെ നല്ല കട്ടിയുള്ളത് കാരണം നല്ല രസമായിരുന്നു കഴിക്കാൻ. അപ്പം എപ്പോഴും പറയും ചുളയ്ക്ക് കട്ടി വേണം എന്ന് പറയും. അപ്പോൾ പണ്ട് ഞാൻ ഓർക്കാറുണ്ട് കട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് കട്ടിയുള്ള ആ ചക്കച്ചുളയുടെ രുചി ഒരു പ്രത്യേക രുചി തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം ചക്കപ്പഴം കിട്ടാത്ത എല്ലാവർക്കും ഞാനിതാ സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. ഹൈഡ്രേഷന് വേണ്ടിയിട്ട് വെള്ളം അത്രയും ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജ്യൂസൊന്നും കുടിക്കാറില്ലാത്തതാണ്. പക്ഷെ വേറെ വഴിയില്ല, എന്താ ചെയ്യുക. ഇത് വെള്ള ഡ്രാഗണാ അല്ലേ? ആ വെള്ള, അതെ. തൊണ്ട് വിങ്കും. 6 മണിയായി. ഇപ്പൊ ഇതൊക്കെയാണ് സ്നാക്ക് കഴിയും. 7 മണി. 7 മണിയായോ? 6 മണിയാ. 7 മണി. വെള്ള ഉണ്ടോന്ന് അപ്പ ചോദിക്ക. മറന്നുപോയപ്പം കട്ട് ചെയ്യട്ടെ. സാധാരണ ചുമന്നത് അപൂർവം അല്ലേ? രണ്ടും ഉണ്ട്. ചുമന്നല്ല, പർപ്പിൾ. മഞ്ഞയൊക്കെ ഉണ്ട്, അതൊന്നും അങ്ങനെ കിട്ടാറില്ല. പക്ഷെ പർപ്പിളും വെള്ളയാണ് സ്ഥിരം ഉള്ളത്. വെള്ള കൂടുതലും കിട്ടണം അല്ലേ? 7 മണിയുടെ സ്നാക്കാ. സ്നാക്ക് എടുത്തോട്ടോ, എടുത്തോ. അപ്പയ്ക്കും കൊടുക്കാൻ 2 പേരും എടുത്തോ. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ എന്തേലും വേണോ? ചൂടാ വേണ്ട. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ചു. അതിന് മധുരം ഇച്ചിരി കുറവായിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. കാപ്പി കുടിക്കണില്ലേ ഈ ചൂടത്താ? ഇന്ന് ഞാൻ മാത്രമേ കുടിക്കണത്. ഒരു രക്ഷയില്ല. ഞാൻ അന്നേരം വൈകുന്നേരം ചായ കുടിച്ചേക്കാം. നീ ചായ കുടിച്ചില്ലല്ലോ. ചിറ്റപ്പൊടി കൂടെ വേണമോ? എൻ്റെ മധുരം അതിൽ ഇട്ടിട്ടുണ്ട്, ഷുഗർ ഇട്ടിട്ടുണ്ട്. മറിക്കാട്ടോ. അപ്പയ്ക്ക് ഇത് വേണ്ടാത്തോണ്ടാണ് ഞാൻ മറിക്കാത്തപ്പോ. അതാ എനിക്ക് ഒറ്റയടിക്ക് മറിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് മറിച്ചു തരാം.
എടുത്തു അപ്പയ്ക്ക് സോസറിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് പനിയൊക്കെ ആയിട്ട് ഇരുന്നുകൊണ്ടാണ് പിന്നെ ഒരു കാപ്പി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു എനർജി ഉഷാറൊക്കെ കിട്ടുമല്ലോ. 7:30 ആയപ്പോഴാണ് കാപ്പി കുടിക്കണത്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കാപ്പി കുടിക്കുമ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് ഔലോസ് കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പഞ്ചസാരയോ പഴമോ ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ ഇരുന്ന് കഴിക്കാമെന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് ഔലോസ് കൂടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ചെറുപ്പകാലത്തൊക്കെ ഇതൊക്കെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും ആ ഒരു ടേസ്റ്റ് എപ്പോഴും നാവിലുള്ളതുകൊണ്ടായിരിക്കും അത് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. എനിക്കങ്ങനെ എപ്പോഴും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും ചിലപ്പോൾ അത് കൊതി തോന്നുമ്പോൾ കഴിക്കും എന്നല്ലാതെ എപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കോഫിക്ക് ഒരു ഇച്ചിരി ചൂടുണ്ടായിരുന്നു, അന്തരീക്ഷത്തിൽ ചൂട് ഇച്ചിരി ഒന്ന് കുറഞ്ഞൂല്ലോ, രാത്രി ആയപ്പോഴേക്കും ഇച്ചിരി ഒന്ന് കുറയൂല്ലോ. അപ്പോൾ ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം പറഞ്ഞു, എനിക്ക് ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല, കാറ്റങ്ങ് കൂട്ടിയിടായിരുന്നു. മൈക്കില്ല, ഞാൻ ഉറക്കെ പറയാ. ഇത് ഇച്ചിരി കഞ്ഞി പോലെ ഞാൻ ഊറ്റിയെടുത്തതാട്ടോ വൈകിട്ടത്തേക്ക്. അപ്പ ചപ്പാത്തി കഴിച്ചു, ഇവിടെ ഓട്സ് കഞ്ഞിയാന്ന് പറഞ്ഞു. അപ്പൊ അതേ അങ്കമാലി മാങ്ങാക്കറി ഉച്ചയ്ക്ക് വെച്ചതാ. ഫ്രിഡ്ജിൽ വേറെ ഇരിപ്പുണ്ട്, ഞാൻ കോരി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ വൈകിട്ടത്തേക്ക് ഉച്ചയ്ക്ക് വെച്ചത് കുറച്ച് കലത്തിലിരുന്നാട്ടോ. അതെ, അവക്ക് എടുക്കാനുള്ളത് ഒക്കെ ഉള്ളത് ഇതിലിരിപ്പുണ്ട്. അപ്പൊ ചപ്പാത്തി കഴിച്ചുകൊണ്ട് പിന്നെ ചപ്പാത്തിയുടെ പീസ് കറിയായിരുന്നു. അത് നമ്മൾ ഉണ്ടാക്കിയ കറി കേട്ടോ. അത് കാണിച്ചിട്ടുണ്ടോ ഇവിടെ? അതാ. പിന്നെ അതേ പപ്പടം ചുട്ട് തേങ്ങ ഇട്ടത്, അത് ഉഗ്രം കറിയാണ്. ഈ അടുപ്പൊക്കെ കത്തിക്കുന്നവരുണ്ടെങ്കിൽ കനലുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കാം ധാരാളം. പപ്പടം വറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഗ്യാസ് സേവിങ് ടിപ്പായില്ലേ? ടിപ്പായി. തേങ്ങ ഇടണം, അപ്പോഴാണ് കോമ്പിനേഷൻ കൊള്ളൂല. അപ്പൊ ഇത് രണ്ടുമാണ് അത്താഴം. അതോടുകൂടി ഇന്നത്തെ പരിപാടി ക്ലോസ്. അതെ, 9:25. ഈ പപ്പടം ചുട്ടതിനും തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള കോമ്പിനേഷൻ കിഡിലും ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം വറുത്തതിലും കൂടുതൽ എനിക്കിഷ്ടം അതാണ്. അപ്പോൾ ഞാൻ ഓട്സ് കഞ്ഞി കുടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഓട്സ് കഞ്ഞിയും നമ്മുടെ മാങ്ങ കറിയും അതുപോലെ പപ്പടം ചുട്ടതും തേങ്ങയുമാണ് ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ. മാങ്ങ മുപ്പാസം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയും രുചിയാണ്. ടേസ്റ്റ് ബഡൊക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. പിന്നെ പപ്പടം ചുട്ടതും തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നല്ല നൊസ്റ്റു ടേസ്റ്റാണ്. അതൊക്കെ കഴിച്ച് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നും കഴിക്കുന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ ഫുഡടി. അപ്പോൾ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകും. എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളുടെ ഫുഡടിയൊക്കെ. അതേ അമ്മ ന്യൂസൊക്കെ കണ്ടിട്ട് ഉറക്കം തൂകി അടിയിട്ട് വേണം കേട്ടോ. ഗ്യാസിൻ്റെ വിവരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ ന്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണെന്ന് എനിക്ക് തോന്നണേ. അപ്പം തന്നെ വിവരങ്ങളൊക്കെ കേട്ടതിന് ശേഷം പോവുകയും ചെയ്തു. അപ്പം തന്നെ സമയം എനിക്ക് തോന്നുന്നത് 10-11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫുഡടിയൊക്കെ? എല്ലാ ദിവസവും ഇതേ പാറ്റേൺ ഒന്നും അല്ല കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു കഴിച്ചത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുമ്പോഴേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.